വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് ഇതുവരെ 47 കോടി രൂപ പിരിച്ചെടുത്തതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച കണക്കുകൾ നാട്ടിലെ അബ്ദുൾ റഹീം സഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ ഉടൻ തന്നെ പുറത്ത് അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുതാര്യമാണ് ഈ കണക്കുകൾ എന്നാണ് അവർ പറയുന്നത്. മില്യൺ അനുസരിച്ചുള്ള തുകയേക്കാളേറെ ഏകദേശം അതിലേറെ ഒരു 10-12 കോടിയോളം രൂപ നമുക്ക് എക്സ്ട്രാ അയച്ചു തന്നാണ് നമ്മുടെ ലോക മലയാളി സമൂഹം നമ്മളോട് സഹകരിച്ചത്. ഏകദേശം ഒരു 47 കോടിയോളം രൂപ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാട്ടിൽ രൂപീകരിച്ച സർവകക്ഷി സഹായ സമിതിയുടെ മേൽനോട്ടത്തിലാണ് 47 കോടി രൂപ സമാഹരിച്ചത്. റഹീമിൻ്റെ മോചനത്തിന് ആവശ്യമായ 15 മില്യൺ റിയാലും വാദിഭാഗം വക്കീൽ ഫീസായ 7.5 ലക്ഷം റിയാലും എംബസിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. റിയാദ് ഗവർണറേറ്റിൻ്റെ നിർദ്ദേശം ലഭിച്ചാൽ കോടതിയുടെ പേരിൽ എംബസി 15 മില്യൺ റിയാൽ അഥവാ ഏകദേശം 34 കോടി രൂപയുടെ സർട്ടിഫൈഡ് ചെക്ക് നൽകും. മരണപ്പെട്ട സൗദി ബാലൻ്റെ അനന്തരാവകാശികളുമായോ അല്ലെങ്കിൽ ഇവർ അധികാരപ്പെടുത്തിയ വക്കീൽ മുഖേനയോ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ കേസിൻ്റെ പ്രധാന ഘട്ടം പൂർത്തിയാകും. പിന്നീട് വധശിക്ഷ റദ്ദു ചെയ്യുകയും റഹീമിൻ്റെ മോചനത്തിനായുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. റഹീം നിയമസഹായ ഭാരവാഹികൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ സൗദിയിലും നാട്ടിലും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. എന്തായാലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ഭാരവാഹികൾ പറയുന്നത്. റിയാദിലെ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഈ പിരിച്ച പണത്തിൻ്റെ കണക്ക് പൂർണ്ണമായും ജനങ്ങളെ അറിയിക്കാൻ കഴിയും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റഹീമിൻ്റെ മോചനം ദിവസം അടുത്ത് വരികയാണെന്ന് കൂടി അവർ അറിയിക്കുന്നു. ഈ തുകയൊക്കെ കൈമാറിക്കഴിഞ്ഞാൽ ഇനി കോടതിയിലെ നടപടിക്രമങ്ങൾ മാത്രമാണ്. കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരിപ്പൂരിലേക്ക് അബ്ദുൾ റഹീമിന് യാത്ര തുടരാം. നിങ്ങൾക്കറിയുന്ന പോലെ 18 കൊല്ലമായി റിയാദിലെ ജയിലിലാണ് ഈ അബ്ദുൾ റഹീം.